4 നാൾ വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിമുനയിലാക്കി ആളെ കൊല്ലി കടുവ ചത്തു. പുലർച്ചെയാണ് പെൺകടുവയെ ദൌത്യസംഘം ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിലേറ്റ 4 മുറിവുകളാണ് കടുവ ചത്തതിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ദൌത്യസംഘത്തിന്റെ തിരച്ചിലിനിടെ കാട് കയറിയ കടുവയ്ക്ക് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ. കടുവയുടെ വയറിൽ നിന്ന് രാധയുടെ മുടിയും കമ്മലും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക. അധികം പഴക്കമൊന്നുമില്ലാത്ത എന്നാൽ നല്ല ആഴത്തിലുള്ളൊരു വൂണ്ടാണ് ഉണ്ടാകുന്നത്. കാട്ടിൽ വെച്ച് സംഭവിച്ച ഒരു ഇൻഫൈറ്റിങ്ങിൽ വന്നിട്ട് ഈ കടുവ വരികയുണ്ടായി. ഈ കടുവ നേരത്തെ നമ്മുടെ ക്യാമറ ട്രാപ്പുകളിലോ ഇതിനു മുമ്പോ അല്ലെങ്കിൽ കാറ്റിൽ ലിഫ്റ്റിംഗ് ഇൻസിഡൻസിലോ ഒന്നും നമ്മുടെ കയ്യിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടൊരു കടുവയാണ് ഈ സ്വഭാവം കാണിച്ചത് എന്നുള്ളതാണ്. വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിങ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പറയാവുന്നത്. വയനാട്ടിൽ ജനജീവിതത്തിന് ഭീഷണിയായ വന്യമൃഗങ്ങളെ പിടികൂടാനുള്ള ദൌത്യം തുടരുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. ഹോൾ ടീം ട്രാക്ക് ചെയ്തു. ദെൻ നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് രാത്രി ആയിട്ട് നടന്നില്ല. ദെൻ മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പെരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെത്ത് ആയിട്ട് കണ്ടു. നല്ല ഫൈറ്റ് കൊണ്ടുണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്, വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ഇത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇല്ല നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കത്തില്ല. സന്തോഷം ആയി എന്തായാലും. ഇനി വേറെ ഒരാൾക്ക് ഇനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ കിട്ടിയതുകൊണ്ട്. നമുക്ക് ഇനി വേറെ ആർക്കും സംഭവിക്കില്ലല്ലോ, അതൊരു സമാധാനമുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ മാധ്യമങ്ങളല്ല, പ്രത്യേകിച്ച് 24 2-3 ദിവസമായി നമ്മൾ കാണുന്നത്. നമ്മൾ ഏകദേശം അത്രയും ഇൻറ്റിമേറ്റായി പരിചയപ്പെട്ടു എല്ലാ മാധ്യമങ്ങളും. തീർച്ചയായും മാധ്യമങ്ങൾക്കും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഈ പഞ്ചാരക്കൊല്ലി നാട്ടിലെ എല്ലാവർക്കും നന്ദി അറിയും. കടുവ ചത്ത സാഹചര്യത്തിൽ പഞ്ചാരക്കൊല്ലിയിൽ ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ ആശങ്കയുടെ ഭീതിയുടെ 3 നാൾ കടന്ന് പഞ്ചാരക്കൊല്ലി സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. വിവരങ്ങളുമായി ആദ്യം സുർജിത്ത് അയ്യപ്പത്ത് ചേരും. സുർജിത്ത്, ഗുഡ് ഈവനിങ്. നമുക്കറിയാം, എത്രയോ ദിവസമായി സുർജിത്ത് അടക്കമുള്ള മാധ്യമപ്രവർത്തകരും എത്രയോ പേരും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒക്കെ അടക്കം കൂട്ടായ ഒരു എഫേർട്ടായിരുന്നു. അതിന് ഫലം കണ്ടിരിക്കുന്നു. ഇപ്പോൾ അവരൊരു സ്വാഭാവിക ജീവിതത്തിലേക്ക് നടുക്കത്തിൽ നിന്ന് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? ഇന്ന് സംഭവിച്ചത് എന്താണ്? രാധ എന്ന സ്ത്രീയെ കടിച്ചുകീറി കൊലപ്പെടുത്തിയ കടുവ 4ാം നാളിലാണ് ചാവുന്നത്. അതിൻ്റെ കൃത്യമായ വിശദീകരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നൽകിക്കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയായി. രാധയെ കൊന്ന അതേ കടുവ തന്നെ എന്നുള്ള സ്ഥിരീകരണം നേരത്തെ രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നിരുന്നതാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇനി തുടർച്ചയാണ് വേണ്ടത്. കാരണം ഒരിടത്ത് മാത്രമല്ല കടുവ സാന്നിധ്യമുള്ളത്. ഈ ദിവസങ്ങളിലായി പലയിടത്തും ജനവാസ മേഖലയിൽ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ, ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പെരുന്തട്ടയിൽ വന്യജീവി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കേളക്കവലയിൽ പുൽപ്പള്ളിക്കടുത്ത് വന്യജീവി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം പടമലയിൽ നിലനിൽക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ലക്കിടിയിലെ പല പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ വന്യമൃഗശല്യം നിലനിൽക്കുന്നു. അതിൽ കടുവയുണ്ട്, പുലിയുണ്ട്, കാട്ടാനയുണ്ട്, കാട്ടുപോത്തുണ്ട്. അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം ഈ ജനവാസ മേഖലയിൽ വലിയ രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വനം മന്ത്രി വീണ്ടും ഇന്നലെ അദ്ദേഹം എത്തിയതാണ്. വലിയ പ്രതിഷേധം രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കടുവ ചാവുന്ന നിലയിൽ വനം വകുപ്പ് അതിനെ ജഡം കണ്ടെടുക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇനി നടക്കേണ്ട നടപടി എന്ന് പറയുന്നത് തുടർ പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഒരു ആലോചനാ യോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടി DFO ഓഫീസിലാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രി AK ശശീന്ദ്രൻ്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ജില്ലാ കളക്ടർ മേഘശ്രീ DR മേഘശ്രീ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ DFOമാർ 3 പേരും, വൈൽഡ് ലൈഫ് വാർഡൻ 2 DFOമാരും പങ്കെടുക്കുന്നു. CCF KS ദീപ പങ്കെടുക്കുന്നു. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു കൂടിയാലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ആ യോഗം തുടങ്ങിയത്. ഈ യോഗത്തിന് ശേഷം മന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണും. കാരണം ഇത് എങ്ങനെയാണ് ഇനി അടുത്ത ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ്. ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ എങ്ങനെയുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇനി വരാനുള്ളത്. അവിടെ
എല്ലാം തന്നെ തുടർ ഡ്രൈവുകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ മന്ത്രി ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രൂപരേഖ എങ്ങനെയാകുമെന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, സുർജിത്ത് രണ്ടുപേരും വല്ലാതെ ടയർഡായിട്ടിരിക്കുകയാണെന്ന് അറിയാം. ഉറക്കമില്ലാതെ നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ നമുക്കും ആശ്വസിക്കാവുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കടുവ ചത്തു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെ ഒരുപാട് സംശയങ്ങൾ. ഈ കടുവ തന്നെയാണ് രാധയെ കൊന്നത് എന്നുള്ളതിന് എന്താണ് തെളിവ്? തീർച്ചയായിട്ടും അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന് തന്നെയാണ് ഏറ്റവും പ്രധാന പങ്ക്. അതിൻ്റെ വിവരങ്ങൾ അഭിജിത്ത് നൽകും അല്ലേ? തീർച്ചയായും സ്മിത, പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുൻപാണ് കഴിഞ്ഞത്. അതിനുശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം, ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഈ കടുവയുടെ മരണത്തിലേക്ക് നയിച്ചത് അതിൻ്റെ കഴുത്തിലേറ്റ 4 മുറിവുകളാണ്. ഈ മുറിവുകൾ ഉണ്ടായത് എങ്ങനെ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് നടന്നത് ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി 12 മണിക്കും ഇന്ന് പുലർച്ചെ 2:30ക്കും ഇടയിൽ ഈ കടുവയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണുന്നു, RRT സംഘം കാണുന്നു. പിന്നീട് ഒരറ്റംപ്റ്റ്, ഇതിനെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറ്റംപ്റ്റ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനിടയിൽ ഈ കടുവ കാട്ടിലേക്ക് കയറിപ്പോകുന്നു. ഈ കാട്ടിൽ വെച്ച് മറ്റൊരു കടുവയുമായി ഈ നരഭോജി കടുവ ഒരു സംഘർഷത്തിലേർപ്പെടുകയാണ്, ഒരു സംഘട്ടനത്തിലേർപ്പെടുകയാണ്. ആ സംഘട്ടനത്തിനിടയിലാണ് ഈ ഗുരുതരമായ പരുക്കുകൾ ഈ കടുവയ്ക്ക് ഏൽക്കേണ്ടി വരുന്നത്. ഈ നരഭോജി കടുവയുടെ കഴുത്തിന് പരുക്ക് പറ്റി എന്നുള്ളതാണ്. 4 മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അത് ആഴത്തിലുള്ളതാണ്. ആ പരുക്കുകളാണ് ഈ കടുവയുടെ മരണത്തിലേക്ക് നയിച്ചത്. ഇന്ന് ഏതാണ്ട് 4 മണിക്ക് ശേഷം ഈ കടുവയുടെ മരണം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദൗത്യ സംഘം ഈ കടുവയുടെ ജഡം കാണുന്നതും പിന്നീട് അതിനെ ഈ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. ഇത് ഈ നരഭോജി കടുവ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം, എന്നുള്ളൊരു സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാക്കിയത് നേരത്തെ ക്യാമറ ദൃശ്യങ്ങളിൽ ഈ ക്യാമറയുടെ കണ്ണുകളിൽ ഈ കടുവ പതിഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളിൽ പതിഞ്ഞ കടുവയുടെ ദേഹത്തുള്ള പാടുകളും ഇന്ന് ഈ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവയുടെ പാടുകളും തമ്മിൽ ഒത്തുനോക്കി ഇത് നരഭോജി കടുവ തന്നെയാണ് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് ആദ്യം വനം വകുപ്പ് സംഘം എത്തി. പിന്നീട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടന്ന പരിശോധനയിലാണ് ഈ കടുവയുടെ വയറ്റിൽ ഈ കൊല്ലപ്പെട്ട രാധയുടെ ശരീരഭാഗങ്ങളുണ്ട്, വസ്ത്രം ഉൾപ്പെടെയുണ്ട്, വസ്ത്രത്തിൻ്റെ ഭാഗം ഉൾപ്പെടെയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കമ്മലും ഒപ്പം തന്നെ അതൊരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നതാണ്. രാധയെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് ഇത് എന്നത് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അതിൻ്റെ കൂടി സൂചനകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ വന്യമൃഗം എന്ന് പറയുമ്പോൾ അത് കടുവ കൂടാതെ കാട്ടുപോത്ത്, ഇങ്ങനെ ധാരാളം വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ വലയുകയാണ് ആ നാട്ടിലുള്ളവർ. ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ദൗത്യം തുടരും എന്ന് തന്നെയാണ്.